ഇനി നടക്കുവാനായിട്ടുള്ളത് വചന ശുശ്രൂഷയാണ്. വചന ശുശ്രൂഷ നയിക്കുവാൻ ബഹുമാനപ്പെട്ട ABM തിലകനച്ചനെ ആദരവോടെ സ്നേഹത്തോടു കൂടെ സ്വാഗതം ചെയ്യുന്നു. ത്രിയേക ദൈവത്തിൻ്റെ ഉന്നതനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും ആദരണീയനായ ഇടവകയുടെ വികാരിയായിരിക്കുന്ന പ്രിയപ്പെട്ട ലിജു ശാമുലച്ചൻ, ജ്യേഷ്ഠ സഹോദരനായിരിക്കുന്ന പ്രിയപ്പെട്ട ഷിനോ സാമച്ചൻ, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, റോമ പടച്ചട്ട അണിഞ്ഞ് തൂവെള്ള നിറമുള്ള കുതിരപ്പുറത്തെ കുന്തം ഒരു പാമ്പിൻ്റെ വായിൽ കുത്തി നിൽക്കുന്ന സഹദായുടെ പടമാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ എന്നും നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് പരിശുദ്ധനായ ഗീവർഗീസ് സഹദാ ലോകമെമ്പാടും സഹദായെ ഓർക്കുന്ന പൗരസ്ത്യ പാശ്ചാത്യ ദേശങ്ങളെല്ലാവരും ഒന്നുപോലെ ഒരേപോലെ പരിശുദ്ധനായ ഗീവർഗീസ് സഹദായെ ഓർക്കുന്ന സുദിനങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ദേശത്തും പരിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ നാമധേയത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ദേവാലയത്തിൻ്റെ പ്രധാന പെരുന്നാൾ ദിവസങ്ങളാണല്ലോ ഇപ്പോൾ കൊണ്ടാടുന്നത്. പരിശുദ്ധനായ ഗീവർഗീസ് സഹദാ നമുക്കെന്നും കാവലും കോട്ടയുമാണ്. കാരണം പരിശുദ്ധ അമ്മ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദേവാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ നാമധേയത്തിലാണ്. ഏറ്റവും ഒന്നാമതായി നിൽക്കുന്നത് പരിശുദ്ധ അമ്മയുടെ പേരിലാണെങ്കിൽ കേവലം ഒരു അൽമായനായ സാധാരണ വ്യക്തിയായ ഒരാളുടെ പേരിൽ ലോകത്തിൽ തന്നെ രണ്ടാമത്തെ ഒരു സ്ഥാനമാണ് ഗീവർഗീസ് സഹദായ്ക്ക് പള്ളികളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ത്രോണോസുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ. കാരണം നമ്മളെല്ലാവരും പല പല ജീവിത സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്ന് പല പല ദേശത്ത് പഠിച്ച് വലുതായി ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളായിരുന്നു. ഇപ്പോഴും പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ നാട്ടുപുറങ്ങളിലൊക്കെ ഒരു ദേശം, ഇപ്പോൾ കോട്ടയം ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ദേവാലയം നമ്മുടെ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്തിന്റെ കൾച്ചറും ആ സ്ഥലത്തുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് നമ്മൾ പിൻപറ്റുന്നത്, നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ ദേശത്ത് വരുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും, കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്ത് ജനിച്ചു വളർന്നവരുണ്ട്, അത് ഗൾഫ് കൺട്രീസിൽ ജനിച്ചു വളർന്നവരുണ്ട്. അങ്ങനെ പല കൾച്ചറിൽ ഉള്ളവർ നമ്മളെല്ലാവരും മലങ്കര സഭയുടെ മക്കളാണ്. അപ്പോൾ ഈ ദേവാലയത്തിലേക്ക് ഇവിടെ ആയിരിക്കാൻ പരിശുദ്ധനായ ഗീവർഗീസ് സഹദാ നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ അത് നേടിത്തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു വിശ്വാസത്തിലാണ് നാം ഇവരോട് കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പടയാളിയായിട്ട്, ഒരു സാധാരണ മനുഷ്യനായി ജനിച്ച് വളർന്ന് തൻ്റെ പിതാവിൻ്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് തൻ്റെ പിതാവിൻ്റെ ജോലി തന്നെ ഏറ്റെടുത്ത് ഒരു പടയാളിയായി, ഒരു ഭടനായി, രാജഭടനായി സ്തുത്യർഹമായ സേവനം ചെയ്തു വരുന്ന ഗീവർഗീസ് സഹദാ ആയിരുന്നു. AD 275 അടുപ്പിച്ച് അദ്ദേഹത്തിന്റെ ജനനവും AD 298 അദ്ദേഹത്തിന്റെ മരണവും സംഭവിച്ചു. പ്രത്യേകിച്ച് മഹാപരിശുദ്ധനും ഭാഗ്യവാനും, അങ്ങനെ വർണ്ണനകൾക്ക് അതീതമായിട്ടാണ് പരിശുദ്ധനായ ഗീവർഗീസ് സഹദായെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സഹദായ്ക്ക് അനേകം വിശ്വാസ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു പ്രയാസം വരുമ്പോഴോ അല്ലെങ്കിൽ വേദനകൾ വരുമ്പോഴൊക്കെ നമ്മൾ മധ്യസ്ഥത അടയ്ക്കുന്ന ഒരു മുമ്പനായ സഹദായെയാണ് നമ്മളിപ്പോൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ ആവശ്യങ്ങൾ, ചെറിയ ചെറിയ ആവശ്യങ്ങളിൽ നമ്മൾ സഹദായെ വിളിച്ചിട്ടുണ്ട്, ആവശ്യങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും നമ്മൾ സഹദായെ മധ്യസ്ഥത അടയ്ക്കുകയും ചെയ്യും. ആ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം ഇവരും ഈ ദേവാലയത്തിൽ ഈ പരിശുദ്ധന്റെ പെരുന്നാളിൽ സംബന്ധിക്കുവാനായിട്ട് കടന്നുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനേകം പീഡകളൊക്കെ അദ്ദേഹം സഹിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കഥകൾ എന്നെക്കാലം മുന്നേ കേട്ടു വളർന്നവരാണ്
ഇവിടെ ഇരിക്കുന്നത് തന്നെ. പക്ഷേ സഹദായുടെ ജീവിത സാഹചര്യങ്ങളിൽ അദ്ദേഹം അനുഭവിച്ച വേദനകൾ, അദ്ദേഹം ഒരു വേറൊരു വിഭാഗത്തിലാണ് ജനിച്ചു വളർന്നത്. യേശുദമ്പുരാൻ ആരായിരുന്നു പോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം സേവനം ചെയ്ത പട്ടാളത്തിന്റെ മേലധികാരി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് കണ്ടിട്ട് അവൻ തന്റെ ഗീവർഗീസ് തന്റെ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ, യേശുദമ്പുരാൻ ആരാണ്, യേശു ആരാണെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുന്ന മറുപടി ഉണ്ട്, മകനെ, എനിക്ക് അതിനെക്കുറിച്ച് അറിവില്ല. കാരണം നമ്മൾ ജനിച്ചു വളർന്നത് ഏതൊരു വിനോദത്തിലാണ്, അല്ലെ വേറൊരു ആചാരത്തിലാണ് എന്ന്. അവിടെ തന്നെ നിന്നുകൊണ്ട് അദ്ദേഹം ക്രിസ്തുവിനെ കുറിച്ച് പഠിച്ചു, ക്രിസ്തുവിനെ മനസ്സിലാക്കി, ക്രിസ്തുവിനായി ചേരുകയാണ് പരിശുദ്ധനായ ഗീവർഗീസ്. അതിലൂടെ തന്റെ നിയോഗത്തെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പോരാടുവാൻ, ക്രിസ്ത്യാനികളുടെ വേദനകൾ മനസ്സിലാക്കിക്കൊണ്ട് പോരാടുവാൻ ഗീവർഗീസ് അവിടെ തുനിഞ്ഞിറങ്ങുകയാണ്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം ഇപ്രകാരമാണ്: എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നതാണ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു എന്ന് പറയുന്നു. അതെ, ഈ ഒരു വേദവാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് പരിശുദ്ധനായ ഗീവർഗീസ് ജീവിച്ചത്. കാരണം അനേകം പീഡകൾ നമ്മൾക്കറിയാം. സഹദായുടെ ജീവിതം പരിശോധിക്കുമ്പോൾ, കഥകൾ നമ്മൾ കേൾക്കുമ്പോൾ പല രീതിയിൽ, പല ഭാവത്തില്, രൂപത്തിലൊക്കെ അദ്ദേഹം പീഡനങ്ങൾ സഹിച്ചു. അഗ്നിയിൽ എറിയപ്പെട്ടു, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു, ചക്രത്തിന്മേൽ അദ്ദേഹത്തെ കെട്ടിവെച്ചിട്ട് കുന്തം കൊണ്ട് കുത്തി തീയിട്ടു. അങ്ങനെ പല രീതിയിൽ അദ്ദേഹത്തെ കൊല്ലുവാനായിട്ട് ശ്രമിച്ച് അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് കടന്നു പോവുകയാണ്. അപ്പോൾ അദ്ദേഹം തന്നെ ഒരു സാക്ഷ്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം: എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നത്. ക്രിസ്തുവിന് വേണ്ടിയാണ് പരിശുദ്ധനായ ഗീവർഗീസ് മരിച്ചത്. ക്രിസ്തുവിനെ സാക്ഷ്യം വഹിച്ചതുകൊണ്ട്, ക്രിസ്തുവിന്റെ അനുയായികളെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം അവിടെ മരണം അനുഭവിക്കുന്നത്. ഇവിടെ ഗീവർഗീസ് സഹദായുടെ ആ ഒരു ജീവിതത്തിൽ സഹദാ നമുക്ക് കാട്ടിത്തന്ന പാഠങ്ങൾ 1-2 ചിന്തകൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ചിന്ത അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നത്, അദ്ദേഹം എക്സ്ട്രീം ലവ് ടുവേഴ്സ് ഗോഡ്, അതായത് ദൈവത്തോടുള്ള സ്നേഹം നമുക്കും ഉണ്ടാകുന്നുണ്ടോ? നമുക്കറിയാം, നമ്മുടെ പഴയ കാലങ്ങളിൽ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ ആദ്യം ഒരു ഹെഡിങ് എഴുതുമായിരുന്നു. അതെന്തായാലും അറിയാമോ? ഓർമ്മയുണ്ടോ? ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്? നമ്മൾ ആദ്യത്തെ ലെറ്റർ എഴുതി എന്നല്ല, നമ്മൾ എഴുതിയ സമയത്ത് ഗോഡ് ഈസ് ലവ് എന്ന് ഒരു ക്യാപിറ്റൽ ലെറ്ററിലോ അല്ലെങ്കിൽ ഒരു ഹെഡിങ് ആയിട്ട് എഴുതുന്നത് പരസ്പര സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം കൈമാറുകയാണ്. അപ്പോൾ അവിടെ ആ ഒരു സ്നേഹത്തെ കൈമാറുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മളെല്ലാവരും ഒന്നാണ്. ദൈവത്തിന്റെ സ്നേഹം എനിക്കും നിനക്കും, നമ്മൾക്ക് എല്ലാവർക്കും ഒന്നായി ലഭിക്കുന്ന അചഞ്ചലമായ സ്നേഹമാണ് എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ ആ ഒരു ദൈവിക സ്നേഹത്തെയാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. മനുഷ്യ ജീവിതത്തില് വേദനകളും പ്രയാസങ്ങളും കഷ്ടങ്ങളും ദുരിതങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷേ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവം സ്നേഹമാകുന്നു എന്ന് നമ്മുടെ കുഞ്ഞുങ്ങള് സൺഡേ സ്കൂളിൽ തന്നെ പഠിച്ച് തുടങ്ങുന്നതാണ്. നമ്മളെല്ലാവരും പണ്ട് പഠിച്ചിട്ടുണ്ട്, സ്നേഹത്തെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ഗീവർഗീസ് സഹദായ്ക്ക് ദൈവത്തോടുള്ള അചഞ്ചലമായ സ്നേഹത്തെയാണ് ഒന്നാമതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ നമുക്ക് ഒരു പിശാചിന്റെ സ്നേഹം നമുക്ക് പങ്കുവെക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. കാരണം പിശാചിന്റെ സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതൊരു പാപത്തിന്റെ ഭാരത്തിലേക്ക് അല്ലെങ്കിൽ പ്രയാസത്തിലേക്കൊക്കെ കടന്നു പോകുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ സ്നേഹത്തെ പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. സഹോദരങ്ങൾ തമ്മിൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ ഐക്യപ്പെടുക, മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ തമ്മിൽ ദൈവസ്നേഹത്തിൽ ഐക്യപ്പെട്ട് ജീവിക്കുന്ന ഒരു മാതൃകയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 5-ാം വാക്യം പ്രകാരം പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ സ്നേഹം നിങ്ങളോട് കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടി വരില്ല. അതുകൊണ്ട് പിശാചിനെ അല്ല, നമ്മുടെ ദൈവത്തെയാണ് സ്നേഹിക്കുന്നത്, ദൈവത്തെ ആണ്
ആരാധിക്കുന്നത് എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ ദൈവം സ്നേഹമാണെന്ന് പറയുമ്പോഴും നമുക്കത് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഒരു സ്നേഹത്തിന്റെ ഒരു കഥ തമാശയായിട്ട് മാത്രം എടുത്താൽ മതി. ഒരു ഭാര്യയും ഭർത്താവും ഒരു വഴിയിലോ ഒരു സെമിത്തേരിയുടെ സൈഡിലൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ അവിടെ കല്ലറയിൽ ഇരുന്ന് പേപ്പർ കൊണ്ട് ഇങ്ങനെ കല്ലറയുടെ മുകളിൽ ഇങ്ങനെ വീശുകയാണ്. അപ്പോൾ ആ ഭാര്യയ്ക്കും ഭർത്താവിന് ഒരു സംശയം ഉണ്ടാവുകയാണ്. കാരണം ഈ സ്ത്രീ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? അവിടെ അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇതിങ്ങനെ നിങ്ങളിങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നത് ചോദിക്കുമ്പോൾ ആ സ്ത്രീ അവരോട് മറുപടി പറയുകയാണ്, എന്റെ ഭർത്താവ് മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറയുമായിരുന്നു, ഞാൻ അഥവാ മരിച്ചു പോയി കഴിഞ്ഞാൽ നീ വിധവയായി ജീവിക്കുമ്പോൾ അതെനിക്ക് താങ്ങുന്നതിലപ്പുറമായിരിക്കും. അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞ് എന്റെ സിവിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നീ മറ്റൊരു വിവാഹം കഴിച്ച് ജീവിക്കണമെന്ന് അവളോട് പറയുകയുണ്ടായി. അതിന് പ്രകാരം എന്തോ കാരണവശാല് അതിന്റെ സിവില് ഉണങ്ങിയില്ല. അതുകൊണ്ടാണ് ആ സ്ത്രീ അവിടെ നിന്ന് വീശി ഉണക്കുകയാണ്. അപ്പോൾ മനുഷ്യന്റെ സ്നേഹത്തെ കുറിച്ച് തമാശയായിട്ടാണ് പറയുന്നതെങ്കിലും ആ ഒരു മനുഷ്യ സ്നേഹം അങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതത്തിലും മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിന് എന്നും അചഞ്ചലമായ വിശ്വാസം ഉണ്ടായിരിക്കണം. തമാശയായിട്ട് പറഞ്ഞെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അതൊരു ചിന്തയായിരിക്കണം. കാരണം അങ്ങനെയൊന്നും ഇവിടെ സംഭവിക്കില്ല, നമ്മുടെ ഇടയിൽ അങ്ങനെയൊന്നും ഉള്ളവരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിരുന്നാലും നമ്മുടെ സ്നേഹത്തെ സഹോദരങ്ങൾ തമ്മിലുള്ളതും മാതാപിതാക്കൾ തമ്മിലുള്ളതും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ളതും മക്കൾ തമ്മിലുള്ള സ്നേഹം അചഞ്ചലമായ ദൈവസന്നിധിയിൽ ദൈവത്തെ സ്നേഹിക്കുന്ന സ്നേഹമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയ കൃപ നമുക്ക് ലഭിക്കുന്നതാണ്. രണ്ടാമതായിട്ട് പറയുവാനുള്ളത് അചഞ്ചലമായ ദൈവത്തിന്റെ വിശ്വാസമാണ്. അൺവേവറിംഗ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ദൈവത്തിൽ അചഞ്ചലമായി വിശ്വസിക്കുക, ചഞ്ചലപ്പെടാതെ വിശ്വസിക്കുക. അവിടെ ചഞ്ചലം നമുക്ക് ചാഞ്ചല്യം അല്ലെങ്കിൽ ചാഞ്ചാട്ടമൊക്കെ നമുക്കുണ്ടാകാം. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോഴൊക്കെ ദൈവസന്നിധിയിൽ നമ്മൾ ദൈവത്തെ കൂടുതൽ അടുക്കുവാൻ വേണ്ടിയാണ് നമുക്ക് ദൈവം പ്രയാസങ്ങൾ തരുന്നത്. വേദനകളില്ലാത്ത ജീവിതം അതിലൊരു സുഖമൊന്നുമില്ല. വേദനിക്കുമ്പോൾ മാത്രമേ ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ടെന്ന് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വേദന അനുഭവിക്കുന്നവർ ഒരു കാരണവശാലും വിഷമിക്കേണ്ട. നമുക്കൊരു നല്ല നന്മയുള്ള ആളുകൾ നമ്മെ തേടിയെത്തും. അതുകൊണ്ട് തന്നെ അചഞ്ചലപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനല്ല, ദൈവത്തിലേക്ക് അടുക്കുവാനാണ് നാം ഏവരും തയ്യാറായി ഈ ദൈവാലയത്തിലേക്ക് കടന്നു വന്നത്. അല്ലെ, പരിശുദ്ധനായ ഗീവർഗീസ് സഹോദരയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് ഈ ദൈവാലയത്തിൽ കടന്നു വന്നത് എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, വേദപുസ്തകത്തിൽ പരിശോധിക്കുമ്പോൾ ശിംശോന്റെ കഥ അറിയാം. ശിംശോന് ദൈവത്തിന്റെ വലിയ കൃപ ലഭിച്ചവനായിരുന്നു. പക്ഷേ ആ ദൈവാനുഗ്രഹങ്ങളെയൊക്കെ ത്യജിച്ച് അവൻ ഒരു ചാഞ്ചാട്ടത്തിൽ പെടുകയാണ്. അതായത് ദലീമ എന്ന ഒരു സ്ത്രീയിൽ അവളുടെ മടിത്തട്ടിൽ അവനെ സമർപ്പിച്ച് അവന്റെ ജീവിതം നശിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ കൃപ ലഭിച്ച നമുക്ക് ദൈവത്തിന്റെ കൃപ എത്രമാത്രം ലഭിച്ചു എന്ന് നാം തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നമുക്കൊരു വേദന വന്നാൽ, ഒരു മുറിവ് വന്നാൽ, ഒരു സൂചി കൊണ്ട് നമുക്ക് മുറിഞ്ഞാൽ ആ വേദനയുടെ ആ കാഠിന്യം മറ്റുള്ളവരോട് പറയുമ്പോൾ അത് ആർക്കും മനസ്സിലാകില്ല. ആ വേദനിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ആ വേദനയുടെ സാഹചര്യം മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മിൽ എന്തൊക്കെ കുറവുകളുണ്ടോ, നമ്മിൽ എന്തൊക്കെ പാപത്തിന്റെ ഭാരങ്ങളുണ്ടെന്നൊക്കെ നമുക്കറിയത്തുള്ളൂ. പരിശുദ്ധ സഭയുടെ പാപങ്ങൾ ഏറ്റുപറയുന്ന ഉദാശയാണ് കുമ്പസാരം. പ്രത്യേകിച്ച് കുമ്പസരിക്കുമ്പോൾ പോലും എല്ലാ പാപങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്നുണ്ടോ എന്ന ഒരു ചോദ്യം എന്ന് നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് തന്നെ അചഞ്ചലമായി ദൈവത്തിൽ ആശ്രയിക്കുവാനാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഈ അചഞ്ചല സ്നേഹവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ കഥ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ദേവാലയത്തിൽ ഒരു അമ്മച്ചി ഒരു ലോട്ടറി ടിക്കറ്റ് കൊണ്ട് അന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് മുട്ടുകുത്തി നിൽക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ പള്ളി ശുശ്രൂഷകരായിട്ട് അപ്പച്ചന്മാർ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക്
അപ്പച്ചനുണ്ട്, നമ്മുടെ വികാരിയച്ഛൻ തന്നെയാണ്. പ്രത്യേകം അത് എടുത്തു പറയേണ്ട സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. പ്രത്യേകിച്ച് ആ അമ്മച്ചി പ്രാർത്ഥിക്കുകയാണ്, ദൈവസന്നിധിയിൽ ലോട്ടറി ടിക്കറ്റ് വേണ്ടി വെച്ചുകൊണ്ട് ഒട്ടുമേന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ അപ്പച്ചന് അല്ലെങ്കിൽ ആശുശ്രൂഷക്കാരൻ അല്ലെങ്കിൽ അപ്പിയാർക്ക് അത്യാവശ്യമായിട്ട് ദേവാലയം അടച്ചിട്ട് എവിടെയോ പോകേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അദ്ദേഹം വന്ന് പ്രധാന കവാടത്തിൽ നോക്കുമ്പോൾ ഒരമ്മച്ചി മുട്ടുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ശരി, ഓക്കെ, 2 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് അമ്മച്ചി നോക്കോളൂ എന്ന് വിചാരിച്ചു. അദ്ദേഹം വെയിറ്റ് ചെയ്യുകയാണ്. അമ്മച്ചി പോകുന്നില്ല. 2 മിനിറ്റായി, 3 മിനിറ്റായി, 5 മിനിറ്റായി, 10 മിനിറ്റായി, 15 മിനിറ്റായി. അദ്ദേഹം അവിടെ അദ്ദേഹത്തിന് ക്ഷമ കെട്ട് അദ്ദേഹത്തിന് ദേഷ്യം വരികയാണ്. അപ്പോൾ അമ്മച്ചി കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം പുറകിൽ നിന്നുകൊണ്ട് പറയുകയാണ്, സ്ത്രീയെ നിന്റെ ആഗ്രഹം നടക്കാതെ പോകട്ടെ. അപ്പോൾ അമ്മച്ചി കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. വീണ്ടും അമ്മച്ചി കണ്ണടച്ച് വീണ്ടും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വീണ്ടും ആ അപ്പച്ചൻ ദേഷ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് നല്ല ദേഷ്യം വന്ന് പറയുകയാണ്, സ്ത്രീയെ നിന്റെ ആഗ്രഹം നടക്കാതെ പോകട്ടെ. അമ്മച്ചി വീണ്ടും കണ്ണു തുറന്ന് നോക്കുന്നു, അവിടെ ആരെയും കാണുന്നില്ല. അങ്ങനെ 3ാമതും അപ്പച്ചൻ അങ്ങനെ പറയുമ്പോൾ അമ്മച്ചി കണ്ണു തുറന്ന് നേരെ നോക്കുന്നത് യേശുദമ്പുരാന്റെ ക്രൂശിത രൂപത്തിലാണ്. അപ്പോൾ അമ്മച്ചി പറയുകയാണ്, ചുമ്മാതല്ല നിന്നെ പിടിച്ച് ക്രൂശിച്ചത്, കാരണം നീ എന്റെ ആഗ്രഹം നടക്കാതെ പോകട്ടെ എന്ന് പറഞ്ഞില്ലേ എന്നുള്ള ഒരു ചിന്തയിൽ അമ്മച്ചി അവിടെ അമ്മച്ചിയുടെ വിശ്വാസത്തോടുകൂടിയാണ് ദേവാലയത്തിൽ കടന്നു വന്നത്. പക്ഷെ അവിടെ അമ്മച്ചിയുടെ മനസ്സ് ചഞ്ചല്യപ്പെടുകയാണ്. എന്ന് പറഞ്ഞ് ഈ ദേവാലയത്തിൽ കടന്നു വരുമ്പോൾ വിനായകൻ അങ്ങനെയൊന്നും പറയത്തില്ല എന്ന് പ്രത്യേകമായിട്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ചഞ്ചലപ്പെടാതെ നമ്മുടെ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 3ാമത്തെ ചിന്ത തീക്ഷ്ണമായ സൗമ്യതയാണ്. ഇവിടെ സൗമ്യനായി തീക്ഷ്ണതയോടുകൂടി ദൈവസന്നിധിയിൽ ആരാധിക്കുന്ന അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ പ്രവർത്തിക്കുന്നവനായിരുന്നു. അദ്ദേഹം നമ്മെ 3ാമതായി പഠിപ്പിക്കുന്നത് എക്സ്ട്രീം ജെന്റിൽനെസ്, അതായത് തീക്ഷ്ണമായ സൗമ്യത. മോശയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ 40 രാവും 40 സംവത്സരക്കാലം അദ്ദേഹം മരുഭൂമി യാത്രയിൽ അനേകം പ്രയാസങ്ങളും പ്രതിസന്ധികളും വേദനകളും ഒക്കെ നിറഞ്ഞ സാഹചര്യത്തിൽ അദ്ദേഹം സൗമ്യനായിട്ട് അദ്ദേഹം അവരുടെ ഇടയിൽ പ്രവർത്തിച്ച് അവരെ നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലും സൗമ്യത എന്നും നമുക്ക് ആവശ്യമാണ്. ഗിരിപ്രഭാഷണത്തിന്റെ 3ാമത്തെ ഉപദേശം പ്രകാരമാണ്. എന്താണെന്ന് അറിയാമോ? സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ ഭൂമിയെ അവകാശമാക്കും. അതെ, സൗമ്യതയോടുകൂടി നമുക്ക് ഈ ലോകത്തിലായിരിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ കുടുംബത്തിലായാലും, നമ്മുടെ ഇടവകയിലായാലും, നമ്മുടെ സമൂഹത്തിലായാലും, കുടുംബത്തിലും, നമ്മൾ ജോലി ചെയ്യുന്നിടങ്ങളിലെല്ലാം നമ്മളെല്ലാവരും സൗമ്യതയോടുകൂടി മറ്റുള്ളവരോട് പെരുമാറിയാൽ ആ ഒരു ദൈവത്തിന്റെ സ്നേഹമാണ് പകരുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് സൗമ്യതയോടുകൂടി ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് സൗമ്യത നമുക്ക് കൈവരിക്കുവാനായിട്ട് സാധിക്കണം. ആ ഒരു ജീവിത സാഹചര്യങ്ങൾ സൗമ്യമായി പ്രത്യേകിച്ച് മുന്നോട്ട് പോവുക. ഒരു കഥ ഇപ്രകാരമാണ്. ഒരു കപ്പല് നടുകടലിലൂടെ പോകുമ്പോൾ കപ്പല് കാറ്റുകൊണ്ട് ആടി ഉലയുകയാണ്. അപ്പോൾ അതിലുള്ളവരെല്ലാവരും നിലവിളിക്കുകയാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ദൈവത്തെ വിളിക്കുന്നു, അല്ലാത്തവർ കരയുന്നു. അതിലൊരു ബാലൻ മാത്രം കരയാതെ ധൈര്യത്തോടു കൂടി ഇരിക്കുകയാണ്. അപ്പോൾ അവർക്ക് സംശയം, ഇവൻ എന്തുകൊണ്ട് കരയുന്നില്ല, ദൈവത്തെ വിളിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു വിഷമമില്ലാതെ സമാധാനമായി സൗമ്യനായിട്ട് അദ്ദേഹം ആ പയ്യൻ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ചോദിക്കുന്നുണ്ട്, അവിടെ ഉള്ളവരോട് ആ പയ്യനോട് ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ടാണ് പ്രയാസപ്പെടാത്തത്, വിഷമിക്കാത്തത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുകയാണ്, ബിക്കോസ് മൈ ഫാദർ ഈസ് ദി ക്യാപ്റ്റൻ. അതെ, അവന്റെ പിതാവാണ് ഈ ഷിപ്പിന്റെ ക്യാപ്റ്റൻ. അവന് തന്റെ പിതാവിനുള്ള വിശ്വാസം, അവൻ ആ സൗമ്യമായിട്ട് ആ അന്തരീക്ഷത്തെ അവൻ കൈകാര്യം ചെയ്യുകയാണ്. നമ്മുടെ പിതാവിന്റെ ആ ഒരു വിശ്വാസത്തിൽ, നമ്മളെ ആക്കിയിരിക്കുന്ന ദൈവവിശ്വാസത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഗീവർഗീസ് സരദ നമ്മളോട് പറയുന്ന 3 കാര്യങ്ങൾ, പ്രത്യേകിച്ച് എക്സ്ട്രീം ലവ് ടുവേർഡ്സ് ഗോഡ്, അതായത് ദൈവത്തോട് ഗീവർഗീസ് സരദയുടെ ഇഷ്ടം അത് എങ്ങനെയായിരുന്നു എന്ന് നാം മനസ്സിലാക്കുക. 2ാമതായിട്ട് അൺവേവറിംഗ് ഫെയ്ത്ത് ഇൻ ഗോഡ്, അതായത് ഗീവർഗീസ് സരദയുടെ അചഞ്ചലമായ ദൈവസ്നേഹത്തെയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. 3ാമതായിട്ട് എക്സ്ട്രീം ജെന്റിൽനെസ്, തീക്ഷ്ണമായ സൗമ്യത. എന്ത് പീഡനങ്ങൾ വന്നാലും ഗീവർഗീസ് സരദ സൗമ്യമായിട്ട് അതിനെ കൈകാര്യം ചെയ്ത് ദൈവസന്നിധിയിൽ ആയിരിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു വിശ്വാസി അല്ലെങ്കിൽ സാധാരണക്കാരനായ ഒരു
പരിശുദ്ധനാകാമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ വിശുദ്ധിയോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ പൗരോഹിത്യം ഇല്ലാതെ തന്നെ വിശുദ്ധനായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ ആയിരിക്കാൻ സാധിക്കും. അതൊരു ഉത്തമ മാതൃകയാണ് 23.5 വർഷക്കാലം മാത്രം ജീവിച്ച പരിശുദ്ധനായ ഗീവർഗീസ് സഹദാ. 2275 ജനിച്ച് AD 298 മരണമടഞ്ഞ പരിശുദ്ധനായ സഹദായെ ലോകമെമ്പാടും എല്ലാ ക്രിസ്ത്യാനികളും ഏക മനസ്സോടുകൂടി ഏക അഭിപ്രായത്തോടുകൂടി മഹാപരിശുദ്ധനായി കണക്കാക്കുന്ന ഈ പെരുന്നാളിൽ നല്ല രീതിയിൽ പ്രത്യേകമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന പ്രിയപ്പെട്ട അച്ഛനോടും ഇടവക അംഗങ്ങളോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു.